ഇക്കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ തേടിയെത്തിയത് വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ എതിരാളിയായി നിന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമോന്നത അധികാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തനും വിശ്വസ്തനും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ യാഥാസ്ഥിക നിലപാടുകളുമുള്ള ഇറാന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇറാന്റെ വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുള്ളാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. തിങ്കളാഴ്ചയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ഇറാന്റെ ചരിത്രം തന്നെ മറ്റൊരു അർത്ഥത്തിൽ വിശകലനത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. 1978 കാലഘട്ടം മുതൽ ശക്തമായി ഇറാൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയൂന്നുകയും അതിൽ പങ്കുവയ്ക്കുകയും ചെയ്ത ആളാണ്. പാശ്ചാത്യ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് US-നോട് വളരെ വലിയ അകൽച്ച സൂക്ഷിക്കുമ്പോഴും റഷ്യയുമായും ചൈനയുമായും, എന്തിനേറെ പറയുന്നു ഇന്ത്യയുമായി പോലും അടുത്ത സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് റൈസി എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ പതനത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് 1979 നടന്ന വിപ്ലവത്തിൽ, ഒരുപക്ഷെ ഇസ്ലാമിക വിപ്ലവത്തിൽ മുഖ്യ പങ്കുവഹിക്കുകയും അതിനുശേഷം ഇറാന്റെ പരമോന്നത അധികാരിയായിട്ടുള്ള അയത്തുള്ള ഖമേനിയോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയായിരുന്നു ഇപ്പോൾ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഒരുപക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ഒരു നേതാവ് കൂടിയാണ്. ഹിജാബ് ധരിക്കാത്തതിന് പേരിൽ അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളും മഹ്സാനി എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടതുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. CNN പ്രതിനിധി ആയിട്ടുള്ള ഒരു വനിതാ ജേർണലിസ്റ്റ് അദ്ദേഹവുമായി അഭിമുഖത്തിന് ശ്രമിച്ചപ്പോൾ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ തന്നെ അഭിമുഖം ചെയ്യുന്ന വനിത ഹിജാബ് ധരിച്ചിരിക്കണം എന്ന് പറയുകയും CNN ലേഖിക അതിനെ ഉൾക്കൊള്ളാതിരിക്കുകയും അവർ ഹിജാബ് ധരിക്കില്ല എന്ന് ഉറച്ചു പറയുകയും അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തില്ല എന്ന് ഉറച്ചു പറയുകയും ഒടുവിൽ ഒഴിഞ്ഞ കസേരയുമായി നിൽക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്യുകയും അത് പാശ്ചാത്യ മാധ്യമങ്ങളും ഇതര മാധ്യമങ്ങളും വലിയ അർത്ഥത്തിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ മനസ്സിലുണ്ട്. ചുരുക്കത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിച്ച പട്ടികയിൽ പ്രഥമ സ്ഥാനമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തെ റൈസിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ രാഷ്ട്രീയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർന്ന മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തെ പെടുത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത് റൈസിയുടെ കൈകൾ ശുദ്ധമല്ല എന്നും രക്തം പുരണ്ട കൈകളാണ് എന്നുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം പോലും അറിയിക്കാതെ മൗനം പാലിച്ചത് നമ്മളേവരും കണ്ടതാണ്. ഇസ്രായേലുമായി കടുത്ത സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റൈസിക്കുണ്ടായ ഈ അപകടം പലരും സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. മൊസാദിന്റെ പങ്കിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്. സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചില്ല എങ്കിലും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇറാന്റെ ഇങ്ങനെ വധിക്കപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് റൈസി. ഇറാന്റെ അതിർത്തി പ്രദേശമായ അസർബൈജാനുമായി ചേർന്നുകൊണ്ട്, അവിടുത്തെ പ്രവിശ്യയുമായി ചേർന്നുകൊണ്ട് നിർമ്മിച്ച ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത്. തിരിച്ചുള്ള മടക്കയാത്രയിൽ കാലാവസ്ഥ വളരെ മോശം സാഹചര്യമായതിനെ തുടർന്ന് ഏരിയൽ നദിക്കരയിൽ, ഏതാണ്ട് യൂറോപ്പിന്റെയും ഏഷ്യയുടെയൊക്കെ അതിർത്തി ഭാഗമായി വരുന്ന പ്രദേശത്ത്, വളരെ കുന്നുകളും കാടുകളും ഒക്കെ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ തകരുകയും ബെൽ 212 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അത് തകരുകയും അതിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ റൈസിയുടെ പിന്നോട്ടുള്ള പോക്ക് ഇറാൻ രാഷ്ട്രീയത്തിലെ യാഥാസ്ഥിതിക അംശത്തെ മാറ്റിമറിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അദ്ദേഹം ഇറാൻ രാഷ്ട്രീയത്തിൽ വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഖമേനിയോടൊപ്പം ശക്തമായി നിലകൊണ്ടു. പിന്നീട് അവിടെ അഴിമതി അന്വേഷിക്കുന്ന വിഭാഗത്തിന്റെ അംഗവും തലവനുമായി അദ്ദേഹം വരുന്നു.
അവിടുത്തെ ഇറാന്റെ പരമോന്നത സുപ്രീം കോടതിയുടെ അധ്യക്ഷനായി അദ്ദേഹം ചീഫ് ജസ്റ്റിസായി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ജുഡീഷ്യൽ ഘടനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. 10-20 വർഷത്തോളം അതിന്റെ ആ ഘടനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നതമായിട്ടുള്ള വ്യക്തിയെ, പരമാധികാരിയെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ അദ്ദേഹം ഏറെക്കാലം അംഗമായിരുന്നു. അവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ കൂടെയായിരുന്നു അദ്ദേഹം. ഇനി വരാൻ പോകുന്നവരും ഇദ്ദേഹത്തിന്റെ പിൻഗാമികളും ഇതേപോലെ തന്നെ യാഥാസ്ഥിതിക മനോഭാവമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ രാഷ്ട്രീയത്തിൽ ആ യാഥാസ്ഥിതിക മനോഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മളെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇറാന്റെ പരമോന്നതമായിട്ടുള്ള നേതാവിന്റെ തൊട്ടു താഴെ നിൽക്കുന്ന ഈ പ്രസിഡന്റ് അതിദാരുണമായി അപകടത്തിൽ മരിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പൂത്തിരി കത്തിച്ചു ആഘോഷിച്ചു. ടെഹ്റാനിലെയും മറ്റും സ്ത്രീകൾ പൂത്തിരി കത്തിച്ച് ആഘോഷിച്ചതായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഒരു വ്യക്തി മരിക്കപ്പെടുമ്പോൾ പോലും, അവിടുത്തെ ഒരു നേതാവ് മരിക്കപ്പെടുമ്പോൾ പോലും അവിടുത്തെ വനിതകൾ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നടത്തണമെങ്കിൽ എത്രമാത്രം വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമായിരിക്കും ഇദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഹിജാബിന്റെ ഏതാനും ചില മുടിയിഴകൾ ഹിജാബിന് പുറത്തേക്ക് കിടന്നു എന്നതിന്റെ പേരിൽ ഒടുവിൽ ഒരു സംഘർഷത്തിലെത്തുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മഹസാനി എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ഇമേജ്, ആ ഒരു ചിത്രം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ യാഥാസ്ഥിതികതയ്ക്ക് എതിരെ നടന്നിട്ടുള്ള മുഴുവൻ വിപ്ലവങ്ങളെയും അടിച്ചമർത്തുന്ന പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ മുൻപന്തിയിലാണ്. ഇറാനെതിരെ നടന്നിട്ടുള്ള മുഴുവൻ, അവിടെ ഉണ്ടായിട്ടുള്ള റിവിഷനിസത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിട്ടുള്ള മുഴുവൻ വിപ്ലവങ്ങളെയും അതിദാരുണമായി അടിച്ചമർത്തിയ ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇദ്ദേഹത്തിനെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘന വിമർശനങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത് റെയ്സിയുടെ കൈകൾ ശുദ്ധമല്ല എന്നും അദ്ദേഹത്തിന്റെ കൈകൾ രക്തം പുരണ്ടത് ആണ് എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിർണായകമായ ഘട്ടത്തിൽ അവരുടെ ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവിടുത്തെ ജനതയുടെ സ്വാതന്ത്ര്യം, അവിടുത്തെ സ്ത്രീകൾ എത്രമാത്രം സ്വാതന്ത്ര്യം കൊതിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി ഈ പശ്ചാത്തലത്തിൽ ഈ പൂത്തിരി കത്തിക്കുന്നതിലൂടെ, ധാരാളം സ്ത്രീകൾ ഒരുമിച്ചിറങ്ങി ടെഹ്റാൻ നഗരത്തിൽ പൂത്തിരി കത്തിക്കുന്നതിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മറ്റെന്തിനേക്കാളും, മറ്റെത്ര വലിയ തീവ്ര നിലപാടുകളെക്കാളും ശക്തമാണ് സ്വാതന്ത്ര്യത്തിന്റെ വാഞ്ച എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ഇറാനെതിരെ ശക്തമായ ഉപരോധം നടത്തിയ അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ശക്തമായ ഉപരോധം നടത്തിയപ്പോൾ പല തരത്തിലുള്ള സാങ്കേതിക സഹായവും ടെക്നിക്കൽ സഹായവും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായില്ല എന്നുള്ളതാണ്. ഈ ബെൽ വിമാനത്തിന്റെ കാരണം, ബെൽ 212 എന്ന് പറയുന്ന വിമാനം ഏതാണ്ട് 40-50 വർഷം പഴക്കമുള്ള ഒരു വിമാനമായിട്ട് ആണ് കരുതുന്നത്. അപ്പൊ അതിന്റെ സ്പെയർ പാർട്ടുകൾ പലപ്പോഴും അതിന്റെ മോഡലുകൾ വെച്ച് ഇറാൻ തദ്ദേശീയമായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് കള്ളക്കടത്തിലൂടെ അതിന്റെ സ്പെയർ പാർട്ടുകൾ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടു പോവുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഈ കടുത്ത ഉപരോധം, അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദി അമേരിക്കയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഇത്തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങൾ കടുത്ത ഉപരോധം മൂലം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ വിമാനം കൃത്യമായി റിപ്പയർ ചെയ്യാൻ കഴിയാതെ പോയതും അതിന്റെ സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഇത്ര വലിയ മോശമായൊരു കാലാവസ്ഥയിൽ അദ്ദേഹം എന്തിന് ഈ യാത്രയുമായി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിമാനം പറത്തി എന്നുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും സംശയത്തിന്റെ കുന്തമുന മൊസാദിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാജ്യങ്ങളോ ഒന്നും മൊസാദിന്റെ പങ്ക് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സംശയത്തിനിട നൽകുന്ന പല സാഹചര്യങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നാളെ പല മാധ്യമങ്ങളും പറയും മൊസാദ് ആയിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ എന്ന്. എന്തായാലും യാതൊരു വിധമായ മൊസാദിന്റെ പല ഓപ്പറേഷൻസും നമുക്കറിയാം, അത് വളരെ വളരെ വലിയ രഹസ്യാത്മകവും അതുപോലെ തന്നെ ഒരു കാരണവശാലും അതിനെ ട്രേസ് ചെയ്തെടുക്കുക, അതിനെ കണ്ടെത്തിയെടുക്കുക എന്ന് പറയുന്ന അവരുടെ ഇൻവോൾവ്മെന്റ് കണ്ടെത്തിയെടുക്കുക എന്ന് പറയുന്ന അതീവ ദുഷ്കരമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പോലും മൊസാദിന്റെ പങ്കിൽ സംശയിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമോന്നതമായ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവനയെങ്കിലും നടത്തിയിട്ടുള്ളത്. അത് ജോ ബൈഡന്റെ അനുശോചനം പോലും എത്തിയില്ല എന്നുള്ളത്
എത്രമാത്രം അമേരിക്ക ഈ നേതാവിനെ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ അമേരിക്ക 2020 വധിച്ച റവല്യൂഷണറി ഗാർഡ് നേതാവായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയുടെ ഏറ്റവും അടുത്ത അനുയായിയും സുഹൃത്തുമായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ഈ ഖാസിം സുലൈമാനിയെ അമേരിക്ക വളരെ തന്ത്രപരമായ ആക്രമണത്തിലൂടെ ആണ് 2020 വധിക്കുന്നത്. വളരെ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള മൈന്യൂട്ട് ഓപ്പറേഷൻ നടത്തിയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഇദ്ദേഹവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇറാന്റെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇദ്ദേഹത്തിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് യാതൊരുവിധമായ സാധ്യതയില്ല എന്നും അയത്തുള്ള ഖമേനിയുടെ പകരക്കാരനായിട്ടുള്ള ഏതാണ്ട് പരമാധികാരിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വരുന്ന വർഷത്തോടുകൂടി തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നേതൃമാറ്റം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം അതിനെക്കുറിച്ചുള്ള ധാരണകളോടൊക്കെ ഇതിനോടകം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ രാഷ്ട്രീയത്തിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ മരണം ഇറാൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ നഷ്ടമായിരിക്കും എന്നുള്ളതാണ്. സാങ്കേതികമായി ഇറാന്റെ പിന്നോക്കുള്ള ഈ പോക്ക്, അല്ലെങ്കിൽ പല അർത്ഥത്തിൽ അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങൾ എത്രമാത്രം അവരുടെ ഒരു നേതാവിന്റെ മരണത്തിൽ പോലും കൊണ്ട് ചെന്ന് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം കാര്യമായി ഇറാനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഓർക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും സാഹചര്യങ്ങൾ പലതും അട്ടിമറി സംശയിക്കപ്പെടത്തക്ക പല കാര്യങ്ങളും പല മാധ്യമങ്ങളും ഉന്നയിക്കുന്നു എങ്കിലും ഇതുവരെയുമുള്ള സൂചനകൾ നമ്മളെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം തികച്ചും അപകട മരണമാണ് എന്നത് തന്നെയാണ്. എങ്കിലും ഒരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ടെക്നിക്കലായി ഈ 40-50 വർഷം പഴക്കമുള്ള ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഇറാൻ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും കടുത്ത തരത്തിലുള്ള ഉപരോധങ്ങൾ നേരിടേണ്ടി വന്ന ഇറാന് അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. എന്തായാലും ലോക രാഷ്ട്രീയത്തിൽ യാഥാസ്ഥിതിക മനോഭാവത്തെ വളർത്തുകയും വളരെ യാഥാസ്ഥിതികതയുടെ സ്വേച്ഛാധിപതിയായി വേണമെങ്കിൽ ലോക രാഷ്ട്രീയത്തെ പലപ്പോഴും വിമർശിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള യാഥാസ്ഥിക പക്ഷത്തെ ഏറ്റവും വലിയ ശക്തനായ ഇബ്രാഹിം റൈസിയുടെ ഈ അതിദാരുണമായ അന്ത്യം ഇറാൻ രാഷ്ട്രീയത്തിൽ, അത് മാത്രമല്ല ആ രാത്രിയിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയ രാത്രിയിൽ അവിടുത്തെ സ്ത്രീകൾ ഹിജാബ് കുറെയെങ്കിലും വലിച്ചെറിഞ്ഞ് അവിടുത്തെ തെരുവീഥികളിൽ പൂത്തിരി കത്തിച്ച് നൃത്തം ചെയ്തത് ഇറാനെ ഇരുത്തി ചിന്തിക്കുമെന്ന് ഇനിയുമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മനുഷ്യ അവകാശങ്ങളെക്കാളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കാളും രാഷ്ട്രീയ മതപരമായ നിലപാടുകളെക്കാളും എത്രയോ വലുതാണ് ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ച എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ടെഹ്റാനും ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം ഒരുപക്ഷെ യാഥാസ്ഥിതിയെ സംബന്ധിച്ചുള്ള തിരിഞ്ഞു നോക്കലിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും ഒരു തുടക്കമായി മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഈ സമയത്ത് ആഗ്രഹിച്ചു പോവുകയാണ്.